ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. കുട്ടികൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണല്ലോ ഷവർമ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 250 ml കപ്പിൻ്റെ 3 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബൗൾ വെച്ചാണെങ്കിലും അളന്നെടുത്താൽ മതി. ഇതിലേക്ക് അല്പം ഉപ്പിടാം. ഇനി വേറെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വെച്ചേക്കാം. നമ്മളെടുത്ത് വെച്ചേക്കുന്ന മൈദയ്ക്കകത്ത് 2 ടേബിൾ സ്പൂൺ നിറച്ച് ഏതെങ്കിലും എണ്ണ ഒഴിക്കാം. അൺഫ്ലേവേർഡ് എണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈസ്റ്റ് ഏകദേശം 10 മിനിറ്റ് അത് കുതിക്കാൻ വെച്ചായിരുന്നു. നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞു. അതിനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഒഴിക്കാം. കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള അത്രയും വെള്ളമെടുത്ത് ഇതൊന്ന് കുഴച്ചിട്ട് അതിന് മുകളിലേക്ക് അല്പം എണ്ണയൊന്ന് തൂത്ത് വെക്കാം. മുകൾ ഭാഗം ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കാം. ഞാനിവിടെ 6 പീസ് ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഓരോ പീസും എടുത്ത് ഇടിക്കല്ല് വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മസാലകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾ പൊടി, അല്പം ചിക്കൻ മസാല, അല്പം ജീരകപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പകുതി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് മസാലയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നനവ് കുറവാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഒഴിക്കാവുന്നതാണ്. ഇനി ചിക്കൻ്റെ ഓരോ പീസ് എടുത്ത് ഇതിലേക്ക് മസാല നമുക്ക് പുരട്ടിയെടുക്കാം. അങ്ങനെ എല്ലാ പീസും ഞാൻ മസാല പുരട്ടിക്കഴിഞ്ഞു. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഷാലോ ഫ്രൈ മതി, ഡീപ് ഫ്രൈ വേണ്ട. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു തവ ഫ്ലെയിമിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് അടുക്കി വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്കിന് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് തിരിച്ച് ഇടാം. ചിക്കന് റോസ്റ്റായി കഴിഞ്ഞു. അല്പം വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നീളത്തിൽ വളരെ കനം കുറച്ചാണ് ഈ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കേണ്ടത്. ഞാനിവിടെ ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, സവാള ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം. ചിക്കൻ്റെ പീസസ് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുഴച്ച് വെച്ചേക്കുന്ന മാവൊന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി മാവ് കയ്യിലെടുത്ത് ചപ്പാത്തിക്ക് വേണ്ടി ഉരുട്ടുന്ന പോലെ ഉരുട്ടി വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നനഞ്ഞ തുണി വെച്ച് അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഓരോ ഉരുളയെടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന അത്രയും കനം കുറച്ചല്ല, അല്പം കനത്തിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഏകദേശം ഈ കനമാണ് ഇതിന് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു തവ ഫ്ലെയിമിലേക്ക് വെക്കാം. തവ ചൂടായി കഴിയുമ്പോൾ ഇത് അതിലേക്കിടാം. ഒരു സൈഡ് അല്പം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഉടനെ ഇത് തിരിച്ചിടേണ്ടതാണ്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുബൂസ് എല്ലാം തയ്യാറായി കഴിഞ്ഞു.
നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുമുള്ള കുബൂസാണ് എല്ലാം. ഇത് നമുക്ക് മുറിച്ച് നോക്കാം. മുറിച്ച് കഴിഞ്ഞാൽ അകത്ത് പോക്കറ്റ് പോലെ വേണമെങ്കിലും നമുക്ക് വെജിറ്റബിൾസ് ഫിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുബൂസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസ് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അതുകൂടാതെ അല്പം കുരുമുളക് പൊടിയുടെ ഇടാം. എരിവ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഞാനിവിടെ കുരുമുളക് പൊടി അല്പം കൂടുതൽ ഇടുകയാണ്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങാനീരും എല്ലാം എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയാണ്. ഇനി കുബൂസ് ഓരോന്നായിട്ടെടുത്ത് ഇതിലേക്ക് ആദ്യം നമുക്ക് മയോണീസ് പുരട്ടാം. മയോണീസ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് വീട്ടിലുണ്ടാക്കിയ മയോണീസാണ്. ഇനി എപ്പോഴെങ്കിലും ഞാൻ മയോണീസിൻ്റെ റെസിപ്പിയും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. മയോണീസ് പുരട്ടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് അല്പം ചിക്കൻ വെക്കാം. ചിക്കൻ ഇച്ചിരി കൂടുതൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് വെക്കാം. ഇനി ഇതിന് മുകളിലേക്ക് അല്പം മയോണീസ് കൂടെ വെക്കുന്നത് നല്ലതാണ്. ആ വെജിറ്റബിൾസിനകത്ത് എല്ലാം മയോണീസ് ആകുമ്പോൾ നമ്മുടെ ഷവർമയുടെ ടേസ്റ്റ് കൂടുതൽ വർദ്ധിക്കും. അപ്പോൾ ഇനി ഇതിന് ഫോൾഡ് ചെയ്ത് നമുക്ക് ബട്ടർ പേപ്പറിലൊന്ന് പൊതിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു ഇഫക്റ്റാണ് ഈ ഹോം മെയ്ഡ് ഷവർമയ്ക്കും. തീർച്ചയായിട്ടും എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫീഡ്ബാക്കും ഞാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു.